ഹായ് ഫ്രണ്ട്സ്, അടിപൊളി ബ്രാൻഡാണ് ഈ ഒരു അട്ടിക്കുന്ന തേയില എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഈ 2026 ഒരുപാട് ബ്രാൻഡ് തേയിലകൾക്ക് വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ അട്ടിക്കുന്ന പോലെയുള്ള തേയിലകളൊക്കെ എടുത്ത് നമുക്ക് നല്ല രീതിയിൽ വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. ഇതൊരു ഫുൾ ബോക്സ് ഒക്കെ വീട്ടിലെടുത്ത് വെച്ച് ഒരു ഡീലറിനെ സമീപിച്ച് ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഈ ഒരു ബോക്സിൽ നിന്ന് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഇതുപോലെ ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുക്കും അല്ലെ, ക്വാളിറ്റി ഉണ്ട്, നമ്പർ 1 ക്വാളിറ്റിയാണ്, എല്ലാം ശരിയാണ് ഈ ഒരു ബോക്സിനകത്ത്. പക്ഷെ ഇതിനൊരു പ്രശ്നമുള്ള എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇതുപോലുള്ള ഒരു ഭിത്തിയുടെ ഒക്കെ പച്ചയ്ക്ക് സൈഡിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിനകത്ത് തണുപ്പടിക്കും. നമ്മൾ കുറെ ദിവസം ചിലപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും അല്ലെ. നിങ്ങളൊരു ഭാവിയിൽ നിങ്ങൾ ലോഡൊക്കെ എടുത്ത് ഒരുപാട് ബോക്സ് ഒക്കെ എടുത്ത് നിങ്ങൾ സെയിൽ നടത്തുന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇതുപോലെ ഭിത്തിയുടെ ഒക്കെ സൈഡിൽ കൊണ്ടുവന്നിട്ടൊക്കെ ആയിരിക്കും ഇതുപോലെ ബോക്സുകളൊക്കെ കട്ടിയായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. നമ്മൾ നോക്കുമ്പോ ഫുൾ ബോക്സ് നമ്മുടെ ബോക്സ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ എന്ന് ഓർക്കും. പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മഴക്കാലം തണുപ്പുള്ള സമയത്താണെങ്കിലും അല്ലെങ്കിലും കുറെ നാളൊക്കെ നമ്മൾ ഭിത്തിയിൽ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഭിത്തിയിൽ മാത്രമല്ല തണുപ്പുള്ള സാഹചര്യത്തിൽ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒന്നും ഇതുപോലെ ഒരു ചാക്ക ഒന്നും താഴത്ത് ഇടാതെയൊക്കെയാണ് നമ്മൾ ഇതുപോലെയൊക്കെ ഒരു ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കണമെങ്കിലല്ല, ആ ബോക്സിനകത്ത് കിട്ടുന്ന പണി എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടോ. ഇത് ഇതുപോലെ ആവും. ഇത് കണ്ട ഈ ഒരു അവസ്ഥ കണ്ട, ഇതുപോലൊരു അവസ്ഥ വരും. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് നമുക്കൊരു കടയിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലെ. ഒരു ഫുൾ ബോക്സ് ആണിത്, അത്തിക്കൂന്നയുടെ ഒരു തേയിലയാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയപ്പോ ഭിത്തിയിലുള്ള ആ ഒരു തണുപ്പടിച്ചതാണ്. അപ്പൊ ഈ ഒരു അഴുക്ക്, ഈ ഒരു കളർ, ഈ ഒരു അവസ്ഥ കണ്ടാൽ നമുക്കൊരു ബോക്സ് ആയിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. കാരണം ഉള്ളിൽ നല്ല വാക്കുമായിട്ട് ഉണ്ട്, നല്ല കല്ലം പെട്ടിയാണ്, ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ള സൈഡുകൾ ഒന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല, നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബോക്സ് നല്ല കല്ലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബോക്സ് നല്ല കല്ലാണ്, നല്ല ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. എയർ കടന്നിട്ടില്ല, ഇതിനകത്തേക്ക് എയർ ഒന്നും കയറിയിട്ടില്ല. വാക്വം ചെയ്ത് വന്നേക്കണ ബോക്സ് ആയതുകൊണ്ട് എയർ കയറാത്തത് കൊണ്ട് നല്ല ഫുൾ കരിങ്കല്ല് പോലെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. RD ഗ്രേഡിൽ വരുന്ന തേയിലയാണ്, 38 കിലോ. അപ്പൊ ഇതിന്റെ എക്സ്പയറി കമ്പനി കൊടുത്തിരിക്കുന്നത് കണ്ട, ബെസ്റ്റ് ബിഫോർ കൊടുത്തിരിക്കുന്നത് 24 മാസം ഇതിന്റെ ഡേറ്റ് ഓഫ് പാക്കിംഗ് കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇത് സീസൺ വന്നിരിക്കുന്നത് 2025 ഏപ്രിലാണ്. ഈ 2025 ഏപ്രിലില് ഉള്ളത് ഇപ്പൊ 2026 ഇപ്പൊ 2026 ഒരു വർഷം, ഇനിയിപ്പോ ഒരു വർഷവും കൂടെയാണ് കഷ്ടി, ഒരു വർഷവും കൂടെയാണ് നമുക്ക് ഈ അടുത്ത 2027 ഏപ്രിൽ വരുമ്പോഴാണ് അടുത്ത വർഷം കൊണ്ട് ഇതിന്റെ സീസൺ തീരണത്. അപ്പൊ അത്രയും നാൾ വരെയും ഇതിന് ഒരു കംപ്ലൈന്റും കാര്യങ്ങളും ഇല്ലാതെ ഈ തേയില നമുക്ക് ക്വാളിറ്റിയോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ നമുക്കൊരു കടയിലേക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇതുപോലൊരു സാഹചര്യം, ഇതുപോലെ തണുപ്പ് ഭിത്തിയിലേക്കൊക്കെ ചേർത്ത് നമ്മൾ അട്ടിയിട്ട് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ യൂണിയൻകാരൊക്കെ കൊണ്ടുവന്ന് യൂണിയൻകാരൊക്കെ അട്ടിയിട്ടിട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അവരൊരു പക്ഷെ ഉള്ള ധൃതിക്കൊക്കെ എടുത്ത് പടപടാന്നും പറഞ്ഞ് അടിച്ചങ്ങോട്ട് കൊണ്ടുപോകും അല്ലെ. ഇപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ എനിക്ക് വേറൊരു ബോക്സ് എയർ പോയിട്ടിരിപ്പുണ്ട്, അതും അത്തിക്കുന്നതിന്റെ ഒരു ബോക്സ് തന്നെയാണ് ഇവിടെ എയർ പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എയർ പോണതിനേക്കാളും കൂടുതൽ പ്രശ്നമാണ് ഇതുപോലെ ഒരു ബോക്സിന്റെ സൈഡ്. കാരണം ഇതൊരു ബോക്സ് ആയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കടക്കാരനും അംഗീകരിക്കത്തുമില്ല, ആരും വാങ്ങിക്കത്തില്ല. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു കടയിൽ പോയി ഒരു ഫുൾ ബോക്സ് തേയില എടുക്കാനായിട്ട് നോക്കുമ്പോ അവിടെ ഇതുപോലെയുള്ള കംപ്ലൈന്റ് കാര്യങ്ങൾ ഇതുപോലെ സൈഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് 6000-7000 രൂപയൊക്കെ കൊടുത്താണ് നമ്മൾ ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുക്കുന്നത് അല്ലെ. നമുക്കപ്പോ നല്ല ക്വാളിറ്റി കിട്ടണം, നമുക്ക് ആ ഒരു ബോക്സ് പോലും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താ, നമുക്കിത് ഒരു കടയിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ആണെങ്കിലും ഇതുപോലെ ഹോട്ടൽ ബ്ലെൻഡ് നമുക്ക് ഉടനെ അടുത്ത ഹോട്ടൽ ബ്ലെൻഡ് കിട്ടും. അപ്പൊ ആ ഒരു ഓർഡറിന്റെ കൂടെ ഈ ഒരു RD ചേർത്തിട്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡിലുള്ള ഗ്രേഡുകൾ, SFD ഗ്രേഡ്, ഇതിപ്പോ RD ഗ്രേഡ് ഒരെണ്ണം വരും. കാരണം വെച്ചാൽ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടി നമ്മൾ ഇതിപ്പോ എടുക്കും. കാരണം ഈ ഒരു അവസ്ഥ, ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത് കാരണം എനിക്ക് അട്ടിക്കുന്നയ്ക്ക് നല്ല സെയിലുള്ളതാണ്. അട്ടിക്കുന്ന ഫുൾ ബോക്സ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കടകളിലൊക്കെ. ഒരുപാട് പേര് അട്ടിക്കുന്ന ബോക്സ് മാത്രമായിട്ട് എടുക്കുന്നവരുണ്ട് നമ്മളോട്.
പക്ഷെ എന്നാൽ അവർക്ക് നമുക്ക് ഈ ഒരു ബോക്സ് പറഞ്ഞു കൊടുത്താലും നമുക്കൊരു മനസ്സിലൊരു സങ്കടം ഉണ്ടാവും. കാരണം വെച്ചാൽ അവർ അത്രയും രൂപ കൊടുത്ത് നമ്മളോട് ഫുൾ ബോക്സ് എടുക്കുമ്പോ നമ്മൾ ഇത് ഇങ്ങനെയുള്ള ബോക്സ് ഒക്കെ അവർക്ക് കൊണ്ടേ കൊടുക്കുമ്പോ അവരെന്താ ഓർക്കണത്, നമ്മളോടുള്ള പരിചയത്തിൽ എടുക്കും, എന്നാലും അവര് നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ചിലപ്പോൾ ഒന്നും വേണ്ടിയില്ലെങ്കിലും നമുക്കൊരു മനസ്സിനൊരു സങ്കടമാണ്. നമ്മൾ അത്രയും രൂപയ്ക്ക് അവരോട് മേടിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഒരു സാധനം തന്നെ അവർക്ക് കൊടുക്കണമെന്നുള്ളത് അല്ലെ. ഉപഭോക്താവിന് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. നമുക്ക് എത്ര 5-10 നമ്മൾ കൂടുതൽ മേടിച്ചാലും നല്ല ക്വാളിറ്റി ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന തേയിലയ്ക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ ഈ തേയിലയിൽ യാതൊരുവിധ കംപ്ലൈന്റോ ക്വാളിറ്റി കുറവോ വന്നിട്ടില്ലെങ്കിലും ഈ ഒരു തേയിലയുടെ ബോക്സ് ആണ് നമുക്ക് ചീത്തയായി പോയേക്കണം, നഷ്ടപ്പെട്ടു പോയേക്കണം ഇതിന്റെ ഒരു ബോക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന തേയില അടുത്ത പ്രാവശ്യം നമ്മൾ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഹോട്ടൽ ബ്ലെൻഡ് ചെയ്ത് ഒന്നില്ലെങ്കിൽ നമ്മൾ 5 കിലോ ആയിട്ടോ അതല്ലെങ്കിൽ നമ്മൾ 35 കിലോ ചാക്കുകളിലായിട്ടോ ആയിരിക്കും നമ്മൾ ഇനി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു അവസ്ഥ സംഭവിക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ ബോക്സ് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് നോക്കരുത്. കാരണം ഇതുപോലെ ഫുൾ ബോക്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓർക്കും വർഷങ്ങളോളം ഇരുന്നതാണെന്നൊക്കെ അവർ ഓർക്കുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2025 സീസൺ, അതായത് 2026 2027 വരെ ഉണ്ടെന്നുള്ളത് കമ്പനി ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ബോക്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ വിചാരം വെച്ചാൽ പഴകിയ സാധനമാണ്, ക്വാളിറ്റി ഇല്ല, വർഷങ്ങളോളം ഇരുന്ന് പഴകിയതാണെന്ന് അവർ ഓർക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പടിച്ച് പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളും ചെയ്യേണ്ടത് ഫുൾ ബോക്സ് ആയിട്ട് കൊടുക്കരുത്, പൊട്ടിച്ച് പാക്കറ്റുകളാക്കിയിട്ട് പാക്കറ്റായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. 5-10 നിങ്ങൾക്ക് കൂട്ടിയും കൊടുക്കാനായിട്ട് സാധിക്കും. പാക്കറ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുമില്ല. അവരിട്ട് കാണുന്നില്ല നിങ്ങളുടെ ഈ ഒരു ബോക്സിന്റെ സൈഡിലുള്ള അവസ്ഥ ഇതാണെന്നുള്ളത് അവരിട്ട് കാണുന്നുമില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ പരമാവധി കൊടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് ലോഡ് വരുമ്പോഴും ഞാൻ എന്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ടുവന്ന് തേയിലയുടെ ബോക്സ് ഒന്നും കൊണ്ടുവന്ന് വെക്കരുത്. നല്ല ക്ലീൻ ആയിട്ടും അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു ചാക്കുകളൊക്കെ താഴത്ത് വിരിച്ചതിന് ശേഷം വേണം ഇതുപോലെ ഫുൾ ബോക്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവിടെയൊക്കെ അട്ടിയായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാനായിട്ട്. അത് മാത്രമല്ല ഭിത്തിയിലൊന്നും നമ്മുടെ ഈ ഒരു ഭിത്തിയിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു തേയില വെക്കുമ്പോൾ ചേർത്ത് വെക്കാതിരിക്കാനായിട്ട് നോക്കുക. ഒരു ഇച്ചിരി ഗ്യാപ്പ് ഭിത്തിയുമായിട്ട് ഇട്ടതിന് ശേഷം വേണം ഇതുപോലൊരു ഫുൾ ബോക്സ് ഒക്കെ നിങ്ങൾ അട്ടിയിട്ട് വെക്കാനായിട്ട്. ഇപ്പൊ കാഴ്ചയിൽ ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ ഇത് ഇങ്ങനെ ഇരിക്കും, ഒരു ഫുൾ ബോക്സ് ഒക്കെ ഇരിക്കും അല്ലെ, ഇത് ഇങ്ങനെ ഇരിക്കും ബോക്സ് ഇരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലൊക്കെ നോക്കുമ്പോ ഒരു കുഴപ്പമില്ല, ഫുൾ ബോക്സ് അട്ടിക്കുന്ന നല്ല ക്വാളിറ്റി ഇതാണ്. ഇത് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ സൈഡ് നോക്കുമ്പോഴാണ് സത്യാവസ്ഥ എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കും നാളെ ഇതുപോലൊരു അവസ്ഥയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഭിത്തിയിലേക്കൊന്നും ചേർത്ത് വെക്കാണ്ട് ബോക്സ് ഒക്കെ വളരെയധികം സൂക്ഷിച്ച് തന്നെ വെക്കാനായിട്ട് നോക്കുക. തേയിലയിൽ 100% ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് തേയില ഇരിക്കൊണ്ട് നമുക്ക് ഇത് അങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ടർപ്പാള പോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ തന്നെ കാർട്ടൺ ബോക്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഈ തേയില എടുക്കുന്നിടത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ അവരുടെ കയ്യിൽ കാണും. അവർ ഈ തേയില പൊട്ടിച്ച് പാക്കറ്റുകളൊക്കെ ആയിട്ട് കൊടുത്തേക്കുന്നതിന്റെ ബോക്സുകൾ, കാലി ബോക്സുകളൊക്കെ കാണും. അവിടെ നിന്ന് കുറച്ച് ബോക്സുകൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തറയിലൊക്കെ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അതിന്റെ പുറത്ത് ഇതുപോലുള്ള കട്ടിയൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തണുപ്പ് കാര്യങ്ങളൊന്നും പിന്നെ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അട്ടിയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പൊ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ബിസിനസ് മാർഗം തന്നെയാണ് ഈ ഒരു ഹോൾസെയിൽ തേയില ബിസിനസ് വ്യാപാരം അല്ലെ. നമ്മൾ സൂക്ഷിച്ചും കണ്ടും നമ്മുടെ സാധനം നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ക്വാളിറ്റിയോടുകൂടി തന്നെ ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തൊന്നും പോയി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് നമ്മൾ കോരി വെക്കുന്നു. 70 രൂപയും 60 രൂപയൊക്കെ ആയിട്ട് 1 കിലോയുടെ പുറത്ത് നമുക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ ദിവസം ഒരു 10 പേര് മേടിച്ചാൽ തന്നെ നിങ്ങളുടെ അടുത്ത് വീട്ടിൽ വന്ന് 1 കിലോ വെച്ച് 10 പേര് മേടിച്ചാൽ തന്നെ 60 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 600 രൂപ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ ഇത് 10 പേര് അറിഞ്ഞു വരും. അത് തുടക്കത്തിൽ സ്റ്റാർട്ടിങ് നിങ്ങൾ തുടങ്ങി ഉടനെ തന്നെ നിങ്ങൾക്ക് 1000 പേര് അല്ലെങ്കിൽ 1000 കിലോ നിങ്ങളുടെ കച്ചവടം ചെയ്ത് പോകും എന്ന് നിങ്ങൾ ഒരിക്കലും ഓർക്കരുത്. നിങ്ങൾ തുടങ്ങി നിങ്ങളുടെ നല്ല ക്വാളിറ്റിയുള്ള തേയില നിങ്ങൾ വിൽപ്പന ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ആളുകൾ നിങ്ങളെ സമീപിക്കും. നിങ്ങളെ വന്ന് സമീപിച്ച് നിങ്ങളോട് ചോദിക്കും ക്വാളിറ്റിയുള്ള തേയില ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് ആ ഒരു തേയില അവർക്ക് ക്വാളിറ്റിയോടുകൂടി കൊടുക്കുമ്പോഴാണ് അവര് ചെന്ന് മറ്റൊരാളോട് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ് അവരുടെ തേയില, ആ ഒരു തേയില മേടിക്കാനുള്ളത്. അപ്പൊ ഇതുപോലുള്ള ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡ് ആക്കി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കുറെ ചരക്ക് ഇവിടെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾ സൂക്ഷിച്ചൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ വീട്ടിൽ വെക്കുക. 10 പേര് നിങ്ങളെ സമീപിച്ച് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ 600 ആയിരിക്കും, പിറ്റേ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് 300 ആയിരിക്കും, ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ 100 രൂപയായിരിക്കും ആകെ കിട്ടണത്.
എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിലിരുന്നാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യണത്. ഇത് പച്ചക്കറിയും ഇതുപോലെ ഒന്നും പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനമൊന്നും അല്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതല്ല, വേറെ എന്ത് ബിസിനസ്സും നമുക്ക് വെജിറ്റബിൾ ബിസിനസ്സും ഏത് ബിസിനസ് എടുത്ത് നോക്കിയാലും നമുക്ക് പെട്ടെന്ന്. പക്ഷെ ഇതിനൊക്കെ പറഞ്ഞാൽ 1-2 വർഷമൊക്കെയാണ് എക്സ്പയറി കാര്യങ്ങൾ കിട്ടുന്നത്. നമ്മൾ അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ തേയില നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെച്ച് നമുക്ക് ഇത് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. നമുക്കൊരു സൈഡ് ഇൻകം ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഇത് സൈഡായിട്ട് നമുക്ക് ചെയ്യാം. ഇനി അതല്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നും ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് പുറത്ത് കടകളിലും ബേക്കറികളിലും ചായക്കടകളിലും ഒക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ട് നല്ല രീതിയിൽ വരുമാനം നേടാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.